ഇത് ദൈവനിശ്ചയമാണ്. ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യം, അല്പര് മാത്രമേ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ. അവനവനിൽ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഓടി നടന്ന് എല്ലാവരിലും കുറ്റം കണ്ടെത്തുകയും കുറവുകൾ കണ്ടെത്തുകയും എത്രത്തോളം വേദനിപ്പിക്കാമോ അത്രത്തോളം വേദനിപ്പിച്ച് അവരുടെ കുടുംബത്തെ നശിപ്പിച്ച് ഏതെല്ലാം തരത്തിൽ അതിൻ്റെ വേദന അവരനുഭവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിൽ അവർ ജീവിക്കുന്നത്. ഇവരല്പരാണ്, അല്പബുദ്ധികളാണ്, അല്പജ്ഞാനികളാണ്. ഈ അല്പജ്ഞാനികളും അല്പരും അല്പബുദ്ധികളും മാത്രമേ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുകയുള്ളൂ. അല്ലാത്തവരാരും ഇതിന് മെനക്കെടില്ല. കാരണം അവർക്ക് അവരുടേതായ ജോലികൾ ആവശ്യം പോലെ ഉണ്ട്. അവർ നന്നായിട്ട് ജോലി ചെയ്ത് അവർ കുടുംബത്തെ പോറ്റുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യാൻ അവർ താല്പര്യം കാണിക്കും. ഒരു തൊഴിലും ഇല്ലാതെ ഒരു ജോലിയും ഇല്ലാതെ ഒന്നിനും കൊള്ളാതെ അല്പന്മാരായിട്ട് നടക്കുന്നവർ എന്ത് നെറുകേട് കാണിക്കാനും എന്തു കുറ്റവും കുറവും വിളിച്ചു കൂവാനും അവർക്കൊരു മടിയും ഉണ്ടായിരിക്കില്ല. ഇതുമൂലം അനുഭവിക്കുന്നത് അവർ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളും മാത്രമല്ല, തലമുറകളായിരിക്കും അനുഭവിക്കുന്നത്. നമ്മൾ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആരെയും ഉപദ്രവിക്കാതെ ആരെയും ദ്രോഹിക്കാതെ അവനവന് കിട്ടുന്ന ജോലി കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക. സത്യം എന്താണെന്നും അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നും മനസ്സിലാകാതെ വെറുതെ വായിൽ വരുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞ് ശീലിച്ച കാര്യങ്ങളും പഠിപ്പിച്ച് എടുത്ത കാര്യങ്ങളും അതിനെ തന്നെ മറ്റുള്ളവരിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ദുരിതവും ദുഃഖവും മാത്രം. പുണ്യവെള്ളം നമ്മുടെ കയ്യിലിരുന്നാൽ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ മറ്റുള്ളവരിലേക്ക് തളിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പുണ്യവെള്ളം തളിക്കേണ്ട ഒരു കാര്യവും ഉണ്ടാവില്ല. അത് പുണ്യമായി തന്നെ മാറും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ അഴുക്കുകൾ നമ്മൾ വലിച്ചെറിയുമ്പോൾ ആ അഴുക്കുകളിലും നമ്മുടെ ശരീരത്തിൽ തന്നെ പറ്റിയിരിക്കും, മനസ്സിലും അതിലേറെ. അതിനുള്ള ഇടവരുത്താതെ എല്ലാവർക്കും നല്ലതായിട്ട് നന്നായി ജീവിക്കാനും നന്നായിട്ട് മുന്നോട്ട് പോവാനും കഴിയും. അത് എന്നായാലും വിജയവും തന്നെ ആയിരിക്കും. ഈ വിജയത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും, ഭഗവാന് കൊടുക്കാൻ കഴിയും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇതെടുത്തേ പറ്റുള്ളൂ. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. എല്ലാവരും ഇതെടുക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക. അനുഭവത്തിൻ ജഗന്നാഥനായി, ഓമേനിക്കു ജഗത് പ്രാണനായി, സന്മനസ്സിൻ ജഗത് ഗുരുവായി, ജനകഥ ഔഷധോ ഇല്യൂഷനിൽ പ്രണാമം. കൽക്കി ഭാരതിയമ്മ, കൽക്കി TC 42/3481, PURA നമ്പർ 113, ഉണ്ണിനഗർ, നല്ലത്തുറോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8080742539, 8089742539. ഇമെയിൽ ushabharati11@gmail.com. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം.